KSTA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. ചക്കുവള്ളിയിൽ നടന്ന സെമിനാർ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് പുതുക്കാട് ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 14 മുതൽ 16 വരെ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. KSTA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചക്കുവള്ളിയിൽ വിദ്യാഭ്യാസ സെമിനാർ നടത്തിയത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് പുതുക്കാട് വിഷയം അവതരിപ്പിച്ചു. 2019 സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ വിധി വന്നത് എങ്ങനെയാ? ഈ ഇന്നർ കോർട്ട് യാർഡിൽ നിൽക്കുന്ന പള്ളി പൊളിച്ചവിടെ അമ്പലം പണിയണമെന്നാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രം എവിടേക്കാണ് പോകുന്നത്? RF നരിമാൻ ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമജ്ഞനാണ്. അദ്ദേഹം ഈ വിധിക്ക് ശേഷം പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഒരു വാചകം ഇതാണ്: 992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ഫൈസാബാദിലെ അന്നത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ 2 FIR ആണ് ഇടുന്നത്. FIR നമ്പർ 147, ക്രൈം നമ്പർ 147, ക്രൈം നമ്പർ 148. 147 ഇത് പൊളിച്ച കർഷകർക്കെതിരെയുള്ള കേസാണ്. 148 അതിന് ഗൂഢാലോചന നടത്തിയ ആളുകളുടെ കേസാണ്. 2014, 2004 2005 മറ്റോ, 2014 15 മറ്റോ ഈ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നു. RF നരിമാനാണ് അത് പരിഗണിക്കുന്നത്. നരിമാൻ പറയുന്നത് ഏതാണ്ട് 25 വർഷക്കാലം ആ FIR-മേൽ ഒരു നടപടിയും കോടതികൾ സ്വീകരിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. P. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VR രാജു, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം GK ഹരികുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം RB ശൈലേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി B. സജീവ്, ജില്ലാ പ്രസിഡന്റ് KN മധുകുമാർ, സന്തോഷ് കുമാർ, S. രഘുനാഥൻ പിള്ള, KO ദീപക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 2019 ബാബറി മസ്ജിദ് വിധി നടപ്പിലാക്കിയ അല്ലെങ്കിൽ വിധി പുറപ്പെടുവിച്ച 5-അംഗ ജഡ്ജിമാർ ഇപ്പോൾ എവിടെയാണെന്നറിയുന്നത്? ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് ആരാണിപ്പോ? ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭാ അംഗമാണ്. ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഭരണകൂടം. അശോക് ബോബ്ഡെ അതിലെ പ്രധാനപ്പെട്ട ജഡ്ജിയായിരുന്നു. അദ്ദേഹം ഒരു സ്ഥാനം മറികടന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി തൊട്ടടുത്ത തവണ. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.